ട്രോളിങ് ആയതുകൊണ്ട് തന്നെ മീനെല്ലാം കുറവാണ്. അപ്പോൾ മീനൊന്നും കിട്ടുന്നില്ല. മീനിന് കാത്തു നിന്നിട്ട് നോക്കുമ്പോൾ ഇപ്പം ഇന്ന് കുറച്ച് ഇളമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇളമ്പൊക്കെയാണെങ്കിൽ ഞാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ തോടെല്ലാം തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്താണെങ്കിൽ തീരെ ഇറച്ചിയില്ല. ഇതിപ്പോൾ എന്നാ ചെയ്യാനുള്ള അവസ്ഥയിലായിപ്പോയി. എന്നാൽ പിന്നെ വേഗം നേരെ യൂട്യൂബിൽ ചെന്നിട്ട് നോക്കി തോടോടുകൂടി എങ്ങനെയാണ് നമ്മൾ ഇളമ്പക്ക അല്ലെങ്കിൽ കക്ക ഇറച്ചി കറി വെക്കുവാൻ നോക്കി. കുറേ തപ്പി നോക്കി, ഒന്നും നല്ല നമുക്കിഷ്ടപ്പെടുന്ന ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ നമ്മളെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് തോട് കളഞ്ഞ് കുറേ എണ്ണം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും ഇറച്ചിയില്ല. എന്നിട്ട് അതിൻ്റെ തോടടക്കം നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട്. അതിൽ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് മീറ്റ് മസാല, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തരക്കാനുള്ള പരിപാടി നോക്കാം. തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇവയെല്ലാം ചേർത്തിട്ട് തേങ്ങ വറുത്താവാനാകുമ്പോഴേക്കും അതിനകത്ത് മീറ്റ് മസാലയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അത് അരച്ചെടുത്തിട്ട് കറിയിലോട്ട് ഒഴിച്ച് കറി തിളക്കുമ്പം തന്നെ അതിന് ശേഷം തന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി വഴറ്റിയത് അതിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഇളമ്പക്ക അല്ലെങ്കിൽ കക്കി ഇറച്ചി തോടോടുകൂടി വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ.